ഹരിഹരൻ, വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രശ്നം നമ്മൾ അല്ലെങ്കിൽ പൊതുജീവിതത്തിൻ്റെ ഒരു പ്രശ്നം ചർച്ച ചെയ്യാൻ ആണ് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. താങ്കൾ ദേശാഭിമാനിയിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. ദേശാഭിമാനിയിൽ പ്രവർത്തിച്ചിരുന്ന സിദ്ധാർത്ഥൻ പരുത്തിക്കാട്, അദ്ദേഹത്തിൻ്റെ മകൾ സ്മൃതി പരുത്തിക്കാടിന് നേരെ നടന്നിരിക്കുന്ന അറ്റാക്കുകൾ ഇപ്പോൾ ഇരയായിട്ട് മാറിയിരിക്കുകയാണ്. സ്മൃതി കേരളത്തിലെ അറിയപ്പെടുന്ന പത്രപ്രവർത്തകയാണ്. ദീർഘകാലം അവർ പൊതുരംഗത്തുണ്ടായിരുന്ന ആളാണ്. കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന വനിതാ ജേർണലിസ്റ്റുള്ള ഒരാളാണ്. അവരോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം അല്ലെങ്കിൽ രാഷ്ട്രീയമായ വൈരാഗ്യം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവരുടെ കുടുംബത്തിന് നേരെ, അവരുടെ അച്ഛൻ സിദ്ധാർത്ഥൻ പരുത്തിക്കാടിന് നേരെ ഒരു വല്ലാത്തൊരു അറ്റാക്കായിട്ട് മാറിയതായിട്ടാണ് കാണുന്നത്. ഇത് ഭയാനകമായൊരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം, എനിക്കിത് സിദ്ധാർത്ഥനെ കുറേ കാലങ്ങളായിട്ട് അറിയാം. അദ്ദേഹം സാമ്പത്തികമായ തട്ടിപ്പ് നടത്തി ദേശാഭിമാനി പുറത്തായി എന്നാണ് ചില ആളുകൾ, പുതിയ കാലത്തെ ചില പിള്ളേർ പറയുന്നത്. സത്യം, താങ്കളുടെ സിദ്ധാർത്ഥൻ്റെ കൂടെ ഒരുപാട് കാലം ജോലി ചെയ്തതാണ്. ആരാണ് ഈ സിദ്ധാർത്ഥൻ പരുത്തിക്കാട്? എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം? ഞാൻ 1989 മുതൽക്ക് 2000 വരെ 10-12 കൊല്ലം സിദ്ധാർത്ഥൻ പരുത്തിക്കാടിൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനി വാരികയിൽ ഞങ്ങളൊക്കെ സിദ്ധാർത്ഥൻ എന്നാണ് വിളിക്കുക. സിദ്ധാർത്ഥൻ ഒരിക്കലും അങ്ങനെ ഒരു സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്ന, ആരോടെങ്കിലും വാഗ്വാദത്തിന് പോകുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്, പക്ഷെ അത് അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കും. ഏതെങ്കിലും എനിക്ക് അതിനുവേണ്ടി വാദിക്കാനോ ഏതെങ്കിലും ചേരിയുടെ ഭാഗമാവാനോ ഒന്നും സിദ്ധാർത്ഥൻ നിന്നിട്ടില്ല. അത് നന്നായിട്ട് കഥകൾ എഴുതിക്കൊണ്ടിരുന്ന, അസലായി കഥ എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നെ ഈ ദേശാഭിമാനി വാരികയിൽ വരുമ്പോൾ അങ്ങോട്ട് വരുന്ന എല്ലാ കഥകളും, എല്ലാവരുടെ കഥകളും വായിച്ചു എഡിറ്റ് ചെയ്തും അങ്ങേര് സ്വന്തം കഥകൾ എഴുതാൻ മറന്നുപോയവരാണ്. വിജയമാഷ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ സാഹിത്യം എഡിറ്റ് ചെയ്ത് സിദ്ധാർത്ഥ സ്വന്തം കഥകൾ എഴുതാൻ മറന്നുപോയ ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. വിജയമാഷം ദേശാഭിമാനി വാരികയുടെ പത്രാധിപരായിരുന്ന സമയത്ത് ഞങ്ങൾക്കറിയാം. സിദ്ധാർത്ഥൻ പരുത്തിക്കാട് ഏതെങ്കിലും നിലയ്ക്ക് ഈ CPM-ൻ്റെ ഒരു വേട്ടമൃഗാവണ്ടേ അത് കാര്യമില്ല. ഒന്ന്, അദ്ദേഹം പണം കൈകാര്യം ചെയ്ത സെക്ഷനിലായിരുന്നില്ല. അദ്ദേഹം നോവലുകളും കഥകളും കവിതകളും ഒക്കെ തിരുത്തുന്നൊരാളാണ്. സാമ്പത്തിക തട്ടിപ്പിന്റെ സാധ്യതയില്ല. ഇന്നിപ്പോൾ രസകരമായ ഒരു പോസ്റ്റ് ചെയ്യാൻ കണ്ടു. അത് PM മനോജ് എഴുതിയതാണ്. അദ്ദേഹം ഒരിക്കലും പണം കട്ടിട്ടില്ല, അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ട് 60 വയസ്സായപ്പോൾ റിട്ടയർ ചെയ്ത് പോയ ഒരാളാണ്. പക്ഷെ അയാളുടെ മകള് ശരിയല്ല എന്നാണ് PM മനോജ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അയാളിലൂടെ വരുന്ന അഭിപ്രായങ്ങൾ, അത് അച്ചടി മാധ്യമമായാലും ദൃശ്യമാധ്യമമായാലും, ആ അഭിപ്രായങ്ങൾ അയാളുടെ വ്യക്തിപരമായ അഭിപ്രായം ആവണമെന്നില്ലല്ലോ, അത് സ്ഥാപനത്തിൻ്റെ അഭിപ്രായമല്ലേ. ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ അഭിപ്രായമായിട്ട് പുറത്തു വരുന്നത് ദേശാഭിമാനിയുടെ CPM-ൻ്റെ അഭിപ്രായങ്ങളാണ്. അയാൾക്ക് മറ്റഭിപ്രായങ്ങളുണ്ടാവും, പക്ഷേ പുറമേ അറിയുന്നത് അങ്ങനെ ആവില്ലല്ലോ. സ്ഥാപനത്തിൻ്റെ, മാനേജ്മെൻറ്റിൻ്റെ, പാർട്ടിയുടെ ഒക്കെ അഭിപ്രായമല്ലേ. ഇത് റിപ്പോർട്ടർ ചാനലിലും ബാധകമാണല്ലോ. സ്മൃതി പരുത്തിക്കാട് പറയുന്ന അഭിപ്രായങ്ങൾ ആ മാനേജ്മെൻറ്റിൻ്റെ അഭിപ്രായമാണ്, ആ സ്ഥാപനത്തിൻ്റെ അഭിപ്രായമാണ്. അല്ലാതെ സ്മൃതിക്ക് അതിലെന്താ കാര്യം? സ്മൃതി പേഴ്സണലായ അഭിപ്രായം പറയുന്നത് അവരുടെ പേഴ്സണലായ ഒരു സ്ഥലത്തായിരിക്കും, സ്ഥാപനത്തിനകത്താവില്ല. ഇതൊന്നും ഈ സൈബർ ഗുണ്ടകൾ എന്ന് പറയുന്ന ആളുകൾക്ക് യാതൊരു വിവരമില്ലാത്ത ആളുകളായതുകൊണ്ട് അല്ല, അങ്ങനെ കളയാൻ കഴിയില്ല. ഈ സൈബർ ഗുണ്ടകൾ എന്ന് പറയുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ CPM കൃത്യമായിട്ടുള്ള പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. പാർട്ടിയുടെ പ്രോത്സാഹനമുണ്ട്. പാർട്ടി സംവിധാനങ്ങൾ ഇങ്ങനെ കെട്ടിപ്പടുത്തിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗുണ്ടാ സംഘം തന്നെയാണത്. ഇത് ആളുകൾ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. വളരെ കൃത്യമായിട്ട് നിങ്ങൾ കൃത്യമായി സ്വിച്ചിട്ട് മാറി അത് വരിക. ഏതോ ഒരു പ്രത്യേക കേന്ദ്രം സ്വിച്ചിട്ട് കഴിഞ്ഞാൽ, ആ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വേട്ടമൃഗങ്ങൾ മാറി വരും. പിന്നെ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യപ്പെടും. ഇതാണ് യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായി ഈ ചെന്നായ്ക്കളുടെ വേട്ട സംവിധാനം ഒറ്റയടിക്ക് ചാടി വരും. ഇതേ തരത്തിലുള്ള ഒരു വേട്ടയാടൽ സമീപനം ഇതിനകത്ത് കാണുന്നുണ്ട്. അതിൽ പത്രരംഗത്ത് അവർ നിരന്തരമായിട്ട് എത്രയോ ആളുകളെ വേട്ടയാടിയിട്ടുണ്ട്. ധാരാളം അത്തരത്തിലുള്ള അനുഭവങ്ങൾ താങ്കൾക്കും എനിക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം, സ്മൃതി പരുത്തിക്കാട് കേരളത്തിലെ പത്രപ്രവർത്തകയാണ്. പക്ഷെ അവരുടെ പിതാവിനോട് എന്ത് തരത്തിലുള്ള വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അറ്റാക്ക് നടത്തുന്നത് ഒരു ധാർമ്മികമായ ചോദ്യമുണ്ട്. അത് എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ കഴിയുന്നത്? യഥാർത്ഥത്തിൽ ഒരു തരം പഴയ ഫ്യൂഡൽ കാലത്തുള്ള ഈ നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ വീടും നിങ്ങളുടെ കുടുംബത്തിന്റെ വേരോടെ മാന്തി കളയുന്ന ഒരു ഫ്യൂഡൽ ഒരു പക, ആ പകയാണോ ഇവിടെ കാണുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരു സിദ്ധാർത്ഥൻ പരുത്തിക്കാടിനെ ആക്രമിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ സ്മൃതി പരുത്തിക്കാടിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി സിദ്ധാർത്ഥൻ പരുത്തിക്കാട് അതിന് ഉത്തരവാദിയാണെന്ന് പറയുന്ന രീതിയാണ്.
യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം കിട്ടിയ ഒരാളാണ് സിദ്ധാർത്ഥൻ പരുത്തിക്കാടൻ. ഗവൺമെന്റ് ഉള്ളപ്പോൾ തന്നെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഗവൺമെന്റ്. രണ്ടാമത്തെ കാര്യം, എത്രയോ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ, സാഹിത്യ നായകന്മാർ. ഞാൻ സിദ്ധാർത്ഥൻ അവിടെ ജോലി ചെയ്യുമ്പോൾ ഒരു അത്ഭുതം, എല്ലാ സാഹിത്യകാരന്മാരും അവിടെ വരും. ടി പത്മനാഭൻ സ്ഥിരമായിട്ട് പുതിയ എഴുത്തുകാരെ ടി പത്മനാഭൻ വരും, ഒരുപാട് വിജയമാഷ് വരും, സി വി ബാലകൃഷ്ണൻ വരും, അശോകൻ ചെരുവിൽ വരും, ബക്കളം ദാമോദരൻ വരും, പി സുരേന്ദ്രൻ വരും. കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന ലബ്ധപ്രതിഷ്ഠരായ എല്ലാ എഴുത്തുകാരും കവികളും ഒക്കെ അവിടെ വരികയും അവിടെ ഇരുന്നിട്ട് സംസാരിക്കുകയും ഒന്നിച്ച് ചായ കുടിച്ച് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവം അവിടെ ഉണ്ട്. എന്നുവെച്ചാൽ ദേശാഭിമാനി വാരികയുടെ ചെറിയ മുറി കേരളത്തിലെ സാംസ്കാരിക ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടാണ് ആ കാലത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല എം.എൻ. കുറുപ്പ് തൊട്ട് എം.എൻ. വിജയമാഷ് വരെയുള്ള വിവിധ നിലവാരത്തിലുള്ള പത്രാധിപന്മാരുടെ കീഴിൽ അത് ജോലി ചെയ്തിട്ടുണ്ട്. ഐവിദാസിൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരു തരത്തിലും സിദ്ധാർത്ഥൻ പരുത്തിക്കാടിനെ ആക്രമിക്കുന്നതിന് ഏതെങ്കിലും നിലയ്ക്കുള്ള ന്യായീകരണമില്ല. അല്ല, എനിക്ക് 80-കൾ അല്ലെങ്കിൽ 70-കളുടെ അവസാനം ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ തുടങ്ങുന്ന സമയത്ത്, ഞാൻ SFIയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ദേശാഭിമാനി പോകുമ്പോൾ അന്ന് എം.എൻ. കുറുപ്പാണ് വാരികയുടെ പത്രാധിപരായിരുന്നത്. സിദ്ധാർത്ഥൻ അന്നും അവിടെയുണ്ട്. അപ്പോൾ എം.എൻ. കുറുപ്പും അതുപോലെയുള്ള ആളുകളും ചേർന്നായിട്ട് ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൽ ലീഡർഷിപ്പ് നൽകിയിരുന്നത്. ആ സമയത്താണ് EMSൻ്റെ ലീഡർഷിപ്പ്, പുരോഗമന കലാസാഹിത്യത്തിൻ്റെ ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ ഭാഗമായിട്ട് ഒരു പുലാമന്തോളിൽ ഒരു വലിയ ചർച്ചയും കാര്യമൊക്കെ സാംസ്കാരിക രംഗത്ത് ഒരു അജണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പുലാമന്തോൾ സമ്മേളനം ഒരിക്കൽ വളരെ പ്രധാനപ്പെട്ട അതെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായിരുന്നത്. അതിലാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള അജണ്ട പുതുതായിട്ട് തയ്യാറാക്കപ്പെടുന്നത്. അപ്പം അന്ന് കേരളത്തിലെ ഒരുപാട് ഇടതുപക്ഷ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരെ ഒന്നിച്ചു കൊണ്ടുവന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളിലും സത്യത്തിൽ ദേശാഭിമാനി വാരികയിൽ ഇരുന്നു കൊണ്ട് സിദ്ധാർത്ഥൻ വളരെ കൃത്യമായിട്ട് പരമാവധി അതിൻ്റെ പിന്നെ ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കില്ല, അത് പ്രസിദ്ധീകരിക്കുന്നതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട 80-കളുടെ കാലം മുതൽ, എം.എൻ. കുറുപ്പിൻ്റെ കാലം മുതൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരുപാട് പുതിയ എഴുത്തുകാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ആ സമയത്താണെന്ന് അതിൻ്റെ ഓർമ്മ. ചെറുകാടിൻ്റെ ജീവിതപാത ദേശാഭിമാനിയിൽ വാരികയിൽ വന്നത് ആ പീരീഡിലാണോന്നൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ നിരവധി മറ്റു പിന്നീട് അതിന് ശേഷം അതെ തായാട്ട് വരുന്ന സമയത്ത് അന്ന് വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലം. സത്യത്തില് ഇന്ന് സിദ്ധാർത്ഥൻ വളരെ കൃത്യമായിട്ട് വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ 80-കളിൽ 82-ലെ സർക്കാരിൻ്റെ കാലത്ത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ ദേശാഭിമാനിയിൽ ജോയിൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു കാലത്ത് ആണ് ഈ നായനാരുടെ സർക്കാരിൽ A.K. ആൻ്റണി ഉണ്ടായിരുന്നു. അപ്പോൾ A.K. ആൻ്റണി പിന്നെ കോൺഗ്രസ് നിന്ന് ഇന്ദിരാഗാന്ധിയുമായിട്ട് തെറ്റിയിട്ട് CPM-ൻ്റെ കൂടെ വന്ന സമയത്താണ്. അപ്പോൾ ആൻ്റണിക്ക് CPM-ൻ്റെ ഈ കൂടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പുറത്തു പോകാനൊരു വഴി നോക്കുന്ന സമയത്താണ് പല ആരോപണങ്ങൾ അവർ ഉന്നയിച്ചു കൊണ്ടിരുന്നു, പല പ്രശ്നങ്ങൾ അവർ ഉണ്ടായിക്കൊണ്ടിരുന്നു. ആ സമയത്ത് തായാട്ടി ശങ്കറിൻ്റെ ഒരു ഗംഭീരമായിട്ടൊരു ലേഖനം, അദ്ദേഹത്തിൻ്റെ മുഖക്കുറിപ്പുണ്ടായിരുന്നു ദേശാഭിമാനിയിൽ. അതിൽ അധികാരത്തിൻ്റെ ശീതളച്ചായയിലിരിക്കുന്ന ആൻ്റണിയെ ഒന്ന് കൊട്ടിയിരുന്നു. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതോടുകൂടി ആൻ്റണി രാജിവെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു മന്ത്രിസഭ പോയി. അങ്ങനെ വളരെ അത് സിദ്ധാർത്ഥനാണ് അതിന് ചീഫ് സെക്രട്ടറി. അന്ന് സിദ്ധാർത്ഥനായി ഇത് നോക്കിയിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള അത്യന്തം സംഘർഷഭരിതമായിട്ടുള്ള കാലത്ത് കേരളത്തിൽ മന്ത്രിസഭ വീഴുന്ന പ്രശ്നങ്ങൾ ഉണ്ടായത് അദ്ദേഹം കൈകാര്യം ചെയ്ത വാരികയിലെ ഒരു മുഖക്കുറിപ്പ് വഴിയാണ്. നായാട്ടെന്ന് പറഞ്ഞത് അജീർണം പിടിച്ചവന് നെയ്യപ്പം പോലെയാണ് ആന്റണിക്ക് അധികാരം. കഴിക്കാൻ പറ്റില്ല, പക്ഷെ കഴിച്ചാൽ തീരുള്ള. അപ്പോൾ അങ്ങനെയുള്ള വളരെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എത്രയോ സംഘർഷഭരിതമായിട്ടുള്ള കാലങ്ങൾ, ആ കാലങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് സിദ്ധാർത്ഥൻ. വളരെ തന്നെ മുറിയിരുന്നിട്ട് അതിനുശേഷമാണ് എം.എൻ. വിജയൻ പിന്നെ പാഠത്തിൻ്റെയും ദേശാഭിമാനിയുടെയും പത്രാധിപരായിട്ടിരിക്കുന്ന സമയത്ത് ആ സംഘർഷങ്ങൾക്കിടയിൽ ഇരുന്നു കൊണ്ട് എം.എൻ. വിജയൻ്റെ മാഷിൻ്റെ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹം സ്വന്തം വാരികയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. പാർട്ടി വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം അതിനകത്ത് അന്ന് പോലും പാർട്ടിക്കാരും ഉന്നയിച്ചതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന ആകെ എത്രയേ ഉള്ളൂ, പിണറായി വിജയൻ്റെ വാഴ്ത്തുപാട്ട സംഘത്തിൽ ഇല്ല എന്നുള്ള ഒരൊറ്റ കാരനെ സ്മൃതി പരുത്തിക്കാടിനോടും സിദ്ധാർത്ഥൻ പരുത്തിക്കാടിനോടും CPM അവർ വാഴ്ത്തുപാട്ട് സംഘത്തിന് വന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. യഥാർത്ഥത്തിൽ അവരുടെ കൂടെ ഏതാണ്ട് 40-50 വർഷം, 40-45, എൻ്റെ ഓർമ്മയിൽ 45 വർഷക്കാലമെങ്കിലും അവരുടെ കൂടെ അവരുടെ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന്
പ്രവർത്തിച്ച ഒരാളോട് കാണിക്കുന്ന ഈ നന്ദികേട് അതെ. സത്യത്തില് അത് മാത്രമല്ല, അതിൽ നുണ പറയുന്നതിൻ്റെ ഒരു പരിധിയില്ലാത്ത നുണ പറയാണ്. സ്മൃതി പരുത്തിക്കാട് ഒരിക്കലും ദേശാഭിമാനിൽ ജോലി ചെയ്തിട്ടില്ല. എന്റെ കൈരളി ടെലിവിഷനിൽ ആദ്യമായിട്ട് ജോലിക്ക് വരുന്നത് ഞാൻ അവിടെ പഠനം കഴിഞ്ഞ പാടെ കൈരളിയിലേക്കാണ് പോകുന്നത്. അതെ 2000 ഇവിടെ കാലിക്കറ്റിലെ ജേർണലിസം കോഴ്സ് കഴിഞ്ഞിട്ട് നേരെ വന്നു. സിദ്ധാർത്ഥന്റെ മകൾ എന്ന നിലയിൽ അവരാദ്യം ജോലിക്ക് അപേക്ഷിച്ചതും കിട്ടിയതും കൈരളിയിലാണ്. പിന്നീടാണ് അവർ മറ്റു പല ചാനലുകളിലേക്കും പോയത്. ദേശവാലി പോയിട്ടേ ഇല്ല. ദേശവാലി അവർ ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങനെ നുണകൾ ഇങ്ങനെ നിരന്തരം പറയും, ആരും ചെക്ക് ചെയ്യാനില്ല എന്നുള്ളതൊക്കെ. അല്ല, ഇതിലുള്ള പ്രോബ്ലം ഞാനിപ്പോൾ കാണുന്നത് ദേശാഭിമാനിയൊക്കെ പോലെയുള്ള സ്ഥാപനങ്ങൾ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നം. ഇത് 64 പിളർപ്പിന്റെ കാലത്ത് വലിയ സംഘർഷം ഉണ്ടായിരുന്നു. അവിടെ പാർട്ടിയുടെ മുകളിലിരിക്കുന്ന ആള് CPI അനുഭാവികൾ, താഴെ ഇരിക്കുന്ന പ്രസ്സിലിരിക്കുന്ന CPM-കാർ, അവർ പസ് കൊടുക്കുന്ന സാധനം അവർ മാറ്റിയിട്ട് സ്വന്തമായിട്ട് കൊടുക്കുക. ഇങ്ങനെ CPM-ന് ആഭ്യന്തര പ്രശ്നങ്ങളില്ലെന്നും ദേശാഭിമാനിയും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ഒരു വലിയ തർക്ക വിഷയവും പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അതിനകത്ത് ജോലി ചെയ്ത ഒരാളെ പോലും വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നൊരു പ്രക്രിയ മുൻകാലത്തുള്ളതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. സത്യത്തിൽ ദേശാഭിമാനിയിലെ ജീവനക്കാരെ, ദേശാഭിമാനി പ്രവർത്തിച്ച പത്രാധിപന്മാരെ, പത്രപ്രവർത്തകരെ പാർട്ടി എന്നും ഒരു ബഹുമാനത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. പക്ഷേ ഇന്നത് മാറിയിട്ട് അവരെ അതീവ അവരിൽ വ്യത്യസ്തമായിട്ട് നിലപാടെടുക്കുന്ന ആളുകൾ തികഞ്ഞ ശത്രുക്കളായിട്ട് ഇത് CPM എന്ന് പറയുന്ന പാർട്ടി EMS-ൻ്റെ കാലത്ത് കിട്ടുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഫാസിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ സ്വാംശീകരിക്കുന്നതിന് ലക്ഷണമായിട്ട് കാണാൻ കഴിയും. ഇത് സോഷ്യൽ ഫാസിസം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന രീതി ഇതാണ്. കാരണം നാസികളെക്കാൾ മോശമാണ് അവരുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. ഹിറ്റ്ലറുടെ അനുയായികൾക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ മോശപ്പെട്ട കൾച്ചറാണെന്ന് പിണറായി വിജയൻ്റെ അനുയായികൾക്കുള്ളത്. അവർക്കിത് സിദ്ധാർത്ഥൻ പരുത്തിക്കാട് ആരാന്നറിയില്ല, ദേശാഭിമാനി എന്താണെന്നറിയില്ല, അവരിതൊന്നും വായിക്കാറില്ല, ഒരാളുടെ ചരിത്രത്തെ സ്ഥാനം എന്താണെന്ന് അവർക്കറിയില്ല. 10-25 വയസ്സുള്ള ഈ കടന്നൽ കൂട്ടം അവർ AK സെൻറ്ററിൽ കൊടുക്കുന്ന ക്യാപ്സൂൾ അനുസരിച്ചിട്ട് അവരുടെ ആശയങ്ങൾ താഴേക്ക് വിടുകയാണ്. പകയോടുകൂടി ഈ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വസ്തുതകൾ അറിയേണ്ട കാര്യമില്ല, അവരെ ആരും ചെക്ക് ചെയ്യാനുമില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ആളുടെ കൂടെ ഇല്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇതിനകത്ത് റോളില്ല. MA ബേബി തന്നെ സ്മൃതി പരുത്തിക്കാടിനെ ആക്രമിക്കുന്നതിനെതിരെ പരോക്ഷമായിട്ട് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലും ആളുകൾക്ക് ഈ കടന്നൽക്കൂട്ടങ്ങൾ കണ്ടിട്ടില്ല, കാണുന്നില്ല. കണ്ടാലും ഒരു MA ബേബിന് അവർക്കൊരു വിലയില്ല. അല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. ആശയം വേണ്ടേ? അടിസ്ഥാനപരമായിട്ട് ഇടതുപക്ഷ ആശയങ്ങൾ എന്നുള്ള ഒരു വളരെ ബലമേറിയ അടിത്തറയിലാണ് പാർട്ടികൾ കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നത്. അത് പഴയ കാലത്തെ ഒരു നമ്മുടെ സങ്കല്പമാണ്. ഇപ്പൊ ഇത് എവിടേക്കാണ് പോവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തകർച്ച കേരളത്തിലൊരു വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലൊരു നിയമവാഴ്ചയെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ആളുകൾ പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ക്രിമിനൽ സംഘങ്ങൾ ഒരു സമാന്തര വ്യവസ്ഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രായോഗികമായിട്ട് ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നവർ മാത്രമല്ല, ആശയപരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ, അതൊരു സമാന്തര വ്യവസ്ഥ. വയലൻസിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം, വയലൻസിനെ ന്യായീകരിക്കുന്ന ഒരു അന്തരീക്ഷം, ഫിസിക്കൽ വയലൻസിന് പുറമെ ഈ വെർബൽ വയലൻസ്, മനുഷ്യത്വ വിരുദ്ധത, പരസ്പര ബഹുമാനമില്ലായ്മ, ഇതെല്ലാം പ്രസരിപ്പിക്കുന്ന ഒരു സമാന്തര ലോകമായിട്ട് ഇത് മാറുകയാണ്. അതിന് പിന്തുണ കൊടുക്കുന്ന ആളുകളായിട്ട് VM മനോജരെ പോലുള്ള ആളുകൾ. ഇത് യഥാർത്ഥത്തിൽ വെറുപ്പിന്റെ ഒരു ലോകം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് വെറുപ്പുണ്ടാക്കുക. ഇപ്പൊ ഈ സ്മൃതിയുടെ കാര്യത്തിൽ തന്നെയാ യഥാർത്ഥത്തിൽ അവര് ഈ വയനാട്ടിലെ ദുരന്തബാധിതരെ അപമാനിച്ചു എന്നാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാ അപമാനിച്ചത്? എന്താ സംഭവിച്ചത്? അവിടെ ഉണ്ടായിരുന്ന ദുരിതം അനുഭവിച്ച ചില ആളുകളെ ധർമ്മടത്ത് കൊണ്ടുപോയിട്ട് മഹാനുഭാവനായിട്ടുള്ള എന്താ പറയുക ക്യാപ്റ്റൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നന്ദി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അതിനെ അവർ ചോദ്യം ചെയ്തു. ചിന്തിക്കാൻ കഴിയുമോ? നമ്മുടെ നാട്ടിലൊരു മഹാദുരിതം ഉണ്ടായി, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കേരളത്തിൽ ഒരു 10 പൈസ വരുമാനമുള്ള ആളുകൾ എല്ലാം അതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ മലയാളികളുടെ സ്നേഹമുള്ള മറ്റെല്ലാവരും ചേർന്ന് നൽകിയ ഒരു വലിയ സംഭാവന ധാരാളം. ആ സംഭാവനകൾ സംഘടിപ്പിച്ച് സർക്കാരാണ് കുറച്ച് വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരാളെ വീട്ടിൽ പോയിട്ട് നന്ദി പറയേണ്ട കാര്യം എന്താ ഉള്ളത്? ആ തരത്തിലുള്ള ഒരു ആലോചന എങ്ങനെ ഇവർക്ക് വന്നു? അല്ല, അതെന്ന് വെച്ചാൽ പിണറായി വിജയൻ ഒരു മഹാനുഭാവനായി കഴിഞ്ഞു എന്നുള്ളൊരു
വലിയൊരു ചക്രവർത്തിയായി കഴിഞ്ഞുള്ള തോന്നലെന്നാണ്. അയാളുടെ വീട്ടിൽ നിന്ന് ഒരു ഫ്യൂഡൽ ചക്രവർത്തിയായിട്ട് അദ്ദേഹം മാറി, കാരുണ്യത്തിന്റെ ആളായി മാറി. സത്യത്തിൽ അവിടെ വീടൊന്നും ആയിട്ടില്ല. അവിടെ പോയവർക്കറിയാം, അവിടെ ആകെ മുസ്ലിം ലീഗ് കൊടുത്ത് 51 വീട്ടിൽ താമസിക്കാൻ പറ്റുന്നുള്ളൂ. മറ്റുള്ളിടത്തൊന്നും വീടിന് ഒരു സംവിധാനമില്ല, താമസിക്കാൻ കഴിയുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് ചൂരൽമല വരെ പോകേണ്ട കാര്യം പോലും ഇല്ല. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് സ്മൃതി പരുത്തിക്കാട് എന്തോ ഒരു വലിയ കുഴപ്പം ചെയ്തു എന്നുള്ളതൊക്കെ അല്ല, അവരത് ചോദ്യം ചെയ്തു. ഇങ്ങനെ ഒരാള്, ഒന്നാമത്തെ കാര്യം എൻ്റയർ മലയാളി സൊസൈറ്റികളുടെ സംഭാവനയുടെ ഭാഗമായിട്ടാണ് ഈ സംഗതികളൊക്കെ നടക്കുന്നത്. ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ അവരുടെ ഗീശം എടുത്തു കൊടുത്ത് നടത്തിയ സംഗതിയല്ല. പിന്നെ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന രൂപത്തിലുള്ള ഒരു ക്യാമ്പയിൻ അത് നടത്തുമ്പോൾ സ്വാഭാവികം ചോദ്യം ചെയ്യപ്പെടണ്ടേ? പൗരന്മാരുടെ അവകാശം, അത് നമ്മുടെ പൗരബോധത്തിന്റെ ഭാഗമല്ലേ? മാധ്യമപ്രവർത്തകരുടെ അവകാശമാണ്, പൗരന്മാരുടെ അവകാശമാണ്. അങ്ങനെ ഒരു തമ്പുരാനെയും നമ്മൾ അങ്ങനെ തലയിലിച്ച് നടക്കേണ്ട കാര്യമൊന്നും കേരളത്തിൽ. കാരണം തമ്പുരാൻ വാഴ്ചയൊക്കെ അവസാനിച്ചിട്ട് കാലം കുറയല്ലേ. അപ്പൊ ഇത് ആ തമ്പുരാൻ വാഴ്ചയിൽ പിന്നെ ചില അപശ്രുതികൾ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പൊ സിദ്ധാർത്ഥന് നേരെ അറ്റാക്കിയത്. എന്താ പറയാ, അമ്മങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട്, അതേതാ പറയാ, അങ്ങാടിയിൽ തോൽക്കുമ്പോ അച്ഛനോട് എന്നല്ല, അമ്മ മരിച്ചു പോയതുകൊണ്ട് ആയിരിക്കാം അവര് അച്ഛനെ പിടിക്കാന്ന് വെച്ചിരിക്കുന്നത്. വളരെ ദയനീയമായിട്ടൊരവസ്ഥയാണ്. അവരുടെ ഒരു സാംസ്കാരിക രാഷ്ട്രീയ തകർച്ച ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് പുറത്തു വരാനില്ലേ? CPM സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവമുള്ള, വളരെ ആഴത്തിലുള്ള ഒരു തകർച്ചയുടെ ലക്ഷണം. ഈ കുഴിയിൽ നിന്ന് പാർട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ സാംസ്കാരിക പ്രവർത്തകരാണ് ഇതിൽ ശക്തമായിട്ടൊരു പൊസിഷൻ എടുക്കേണ്ടത്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് കുറേ സാംസ്കാരിക പ്രവർത്തകർ, അറ്റ്ലീസ്റ്റ് അതിന് വലിയ അടുത്തോണ്ട് പറ്റുന്ന കുറേ പേര് ഇന്നും കേരളത്തിലുണ്ട്. അവരിൽ നിന്ന് എന്തെങ്കിലും ചില ശബ്ദങ്ങൾ ഉയർന്നു വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. അവരിൽ നിന്ന് ഒരു ശബ്ദം വരില്ല. അവർ അടുത്ത ഗവൺമെന്റ് വരുമോ ഇല്ലയെന്ന് ഉറപ്പായാലേ മിണ്ടാൻ തുടങ്ങുള്ളൂ. അടുത്ത സർക്കാർ വരും എന്നുണ്ടെങ്കിൽ അവർ മിണ്ടില്ല, വരില്ലെങ്കിൽ അവർ കൃത്യമായിട്ട് മെയ് 4-ന് ശേഷം അവരുടെ ശബ്ദം ഉയർന്നു വരും എന്ന് പ്രതീക്ഷിക്കുക. മെയ് 4-ന് ശേഷം അവർ വായ തുറക്കാനാണ് സാധ്യത. അതുവരെ ഒരു ശബ്ദവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട.